വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഡാഷ്ബോർഡിൽ ഇതുപോലത്തെ ഒരു മെസ്സേജ് കാണും. എന്താണ് ഈ മെസ്സേജ്? പലരും പരിഭ്രാന്തരായിട്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ മെസ്സേജ്? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അത് എന്താണെന്ന് അതിൽ കയറിയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ കാണിച്ച യൂട്യൂബിലെ ഡാഷ്ബോർഡിൽ കാണുന്ന ഈ സംഭവത്തിൽ അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബ് നമുക്കൊരു URL യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് തരും. നമ്മുടെ ചാനലിൻ്റെ ബേസ് വെച്ചിട്ട് നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് തരും. അത് ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഒരേ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. URL നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന് അത്രയും ബെനിഫിറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ മെൻഷൻ ചെയ്ത് നമ്മുടെ ചാനൽ ഒരുപാട് റീച്ചിലെത്താനും, അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല റാങ്കിങ്ങിലെത്താനും, അതുപോലെ തന്നെ വ്യൂവേഴ്സിനെ സബ്ബൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ചാനലും SEO റാങ്കിങ്ങിൽ ബെറ്ററായി തീരാനും അതൊരു ഗുണമായിട്ട് തീരും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഡാഷ്ബോർഡിൽ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ നമുക്കൊരു ഹാൻഡിൽ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ ബേസ് ആക്കിയിട്ടുള്ള ഹാൻഡിലാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് മാറ്റാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഹാൻഡിൽ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ചെയ്യാം. എന്തിനാണിത്? ഇത് നമ്മുടെ ചാനലും സെർച്ചിൽ വരാനുള്ള യൂട്യൂബ് കണ്ടുപിടിച്ച പുതിയൊരു ഐഡിയ ആണിത്. യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള നമുക്ക് അത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ചാനൽ സെർച്ച് SEO വരാൻ, SEO എന്ന് വെച്ചാൽ തന്നെ സെർച്ചിങ്ങിൽ വരാനാണ് ഇതൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് നമുക്ക് യൂട്യൂബ് കണക്ട് ചെയ്ത് വെക്കും. അത് നമ്മുടെ മറ്റുള്ളവർക്ക് സെർച്ച് ചെയ്യുമ്പോൾ ലെറ്റർ കൊടുത്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലും സെർച്ചിൽ കൂടുതൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. കറക്റ്റായിട്ട് ഇത് ചെയ്തു വെക്കുക. ഈ ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഡിസ്മിസ് ചെയ്യരുത്. കറക്റ്റായിട്ട് ഇത് ചെയ്തു വെക്കുക. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും. അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഒരുപാട് ടെക് ഇൻഫോ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.